ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദയുടെയും നാളത്തെ സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ നമുക്കൊരു ടാർജറ്റ് ഉണ്ട്, ലൈക്ക് 1K ലൈക്കാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് നേരെ നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. അങ്ങനെ നമ്മുടെ പിങ്കി ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തി ഏകദേശം ആ ഒരു അറ്റത്ത് എത്തിയിരിക്കുകയാണ്. കാര്യങ്ങളൊക്കെ പിങ്കി പറയുന്നത് പോലെ തന്നെയാണ്. കുറച്ചൊക്കെ പിങ്കിക്ക് മാറിപ്പോകുന്നുണ്ട്. കാരണം ഒരിക്കലും അഭിരാമി കാമുകിയല്ല, അങ്ങനെ ഒരു ബന്ധമൊന്നുമില്ല. എങ്കിൽ പോലും ആ ഒരു ബന്ധത്തിലും അതുപോലെ തന്നെ ഈ ഒരു ക്യാപ്റ്റൻ അഖില തന്നെയാണ് അഭിരാമി എന്ന ഒരു കണ്ടെത്തലും ഒക്കെയാണ്. ഏകദേശം അവിടെ ഇവിടെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ പിങ്കി ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയത് വിജയത്തിലേക്ക് തന്നെയാണ് ചെല്ലുന്നത്. പക്ഷെ നന്ദി അപ്പോഴും ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു തീവ്രവാദിയെ സ്നേഹിക്കാൻ മാത്രം അതെനിക്ക് തോന്നുന്നില്ല, അങ്ങനെ ഒരു ക്രൈം ചെയ്യും എന്നെനിക്ക് തോന്നുന്നില്ല ഗൗതം. ഇതിനു മുമ്പുള്ള ഏതെങ്കിലും ഒരു കാമുകി ആയിക്കൂടെ അത്? ആ ഒരു അവിടെ വെച്ച് വല്ല പരിചയപ്പെട്ടതായിരിക്കുമോ, അല്ലെങ്കിൽ പിന്നെ ആ ഒരു എന്തെങ്കിലും ഇത് കാണുമായിരിക്കും. അല്ലാതെ ഇപ്പൊ കൂടിയ ബന്ധമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു ആ ഒരു തീവ്രവാദികളെ കൊല്ലാൻ പോയ ആ ഒരു സമയത്തുണ്ടായ ബന്ധമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും. ഇത് മുൻ കാമുകിയോ അങ്ങനെ വല്ലതും ആയിക്കൂടെ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും പിങ്കി ഇങ്ങനെ അതിശയിച്ച് നിൽക്കുകയാണ്. അപ്പം അതിനോടൊപ്പം തന്നെ നമ്മുടെ നന്ദ പല പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണല്ലോ. അപ്പൊ പിങ്കി പറയുന്നുണ്ട്, നന്ദ നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, നമുക്കിനിയിപ്പം ഏതായാലും ഇത് കുളിച്ചു, അതായത് നനഞ്ഞു എന്നാ പിന്നെ ഇനി കുളിച്ചു കയറിയേക്കാം. നമുക്കിത് വിദഗ്ധമായിട്ട് അന്വേഷിക്കണം. ഇതിന്റെ അവസാനം എന്താണെന്ന് കണ്ടെത്തിയേ പറ്റൂ നമുക്ക്. ഗൗതം അങ്ങനെ നിന്നെ ചതിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെന്നും കൂടെ പറയുന്നുണ്ട് കേട്ടോ, നമ്മളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കണ്ടെത്തിയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദയും കൂട്ടിക്കൊണ്ടാണ് പിങ്കി നേരെ ഇറങ്ങുന്നത് ഇൻവെസ്റ്റിഗേഷൻ ഇനി അടുത്തത് നടത്താൻ വേണ്ടി. അപ്പൊ അടുത്ത ഇൻവെസ്റ്റിഗേഷൻ വേറെ ഒന്നുമല്ല, നേരെ ഡയറക്റ്റ് ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് വെച്ച് പിടിക്കുക. അവിടെ നിന്ന് നമ്മുടെ ഈ ഒരു അഭിരാമിനെ നേരിട്ട് കാണുക, അഭിരാമിയുടെ മുഖം നേരിട്ട് കാണുക. ആ അഭിരാമിയാണോ ഈ അഖില എന്ന് ആ ഒരു മുഖം കാണുന്നതിലൂടെ എങ്ങനെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ വഴി വ്യക്തമാകൂലോ. ഈ മുഖം ഒന്ന് കാണുന്നു, അതുപോലെ തന്നെ ഇത് വേറെ ഏതെങ്കിലും, അതായത് കുറെ ആദിവാസികൾ നമ്മുടെ ഈ ഒരു ഗർഭിണിയായ ഒരു സ്ത്രീയെ കണ്ടിട്ടുണ്ടെന്നാ പറഞ്ഞേക്കുന്നത്. ഗർഭിണിയാണ് അഖില, ക്യാപ്റ്റൻ അഖില ഗർഭിണിയുമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഈ ഒരു കേസ് തെളിയിക്കാനും പറ്റും. നമ്മുടെ ഗൗതം ഇതിനെന്താണ് ഇതിന്റെ പിന്നിൽ നിന്ന് തെളിയിക്കാനൊക്കെ പറ്റും. അതുകൊണ്ടാണ് നേരെ പിങ്കി നന്ദേനെ കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത്. ഇതേ സമയം നമ്മുടെ അർജുൻ ഹോസ്പിറ്റലിൽ ഉണ്ട് കേട്ടോ. അർജുൻ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. അപ്പം അർജുൻ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ വേറൊരു സംഭവം കൂടെ ഉണ്ട്, ഞാൻ മറന്നുപോയി. കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് നമ്മുടെ ഗൗതം. കാരണം വേറൊന്നുമല്ല, പ്രഗ്നന്റ് ആയ ഒരു സ്ത്രീയാണ്. അപ്പൊ അതിൻ്റെതായ ഒരു കെയർ കൊടുക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചുകൊണ്ട് പോയേക്കാം എന്ന് കരുതി അവിടെ ഇറങ്ങി ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കുന്നുണ്ട്. ഇത് മാറി നിന്ന് നമ്മുടെ അർജുൻ കാണുകയാണ്. അപ്പൊ അർജുൻ വിചാരിക്കുന്നത് ആർക്കായിരിക്കും ഈ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കുന്നത്? ഇനിയിപ്പം നന്ദയും പിങ്കിയും ഒക്കെ പിങ്കി പറയുന്നത് പോലെ തന്നെ ഇത് അവിഹിതം തന്നെയാണോ? എന്റെ ഏട്ടൻ അങ്ങനെ ചെയ്യുമോ? ഒരിക്കലും എന്റെ ഏട്ടൻ അങ്ങനെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. ഇനി ഇതിന്റെ പിന്നിൽ വേറെ എന്തെങ്കിലും കാരണം കാണുമോ? എന്താണെങ്കിലും അത് കണ്ടുപിടിച്ചേ പറ്റൂ. ഏതായാലും ഇങ്ങനെ ഒരിക്കലും വിടാൻ പറ്റില്ല. എൻ്റെ ഏട്ടനും എൻ്റെ ഏടത്തി നല്ലതുപോലെ ജീവിക്കുന്നത് കാണണമെങ്കിൽ ഇങ്ങനെ ഒരിക്കലും ശരിയാവില്ല. എൻ്റെ ഏട്ടൻ ഒരിക്കലും ഒരു അവിഹിതം കാണില്ല. പക്ഷെ ഇതിന് മുന്നിലും പിൻപിലും വേറെ എന്തൊക്കെയോ കാരണങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു. വീണ്ടും നമ്മുടെ ഗൗതം അവിടെ നിന്ന് ആപ്പിളും കുറച്ച് ഓറഞ്ചും അങ്ങനെ കുറെ ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് വിടുകയാണ്. ഈ ഹോസ്പിറ്റലിലേക്ക് വിടുന്ന സമയത്ത് അർജുനും പുറകെ പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നന്ദയും പിങ്കിയും കൂടെ പോകുക എന്നും പറഞ്ഞ് ഒരു സ്ഥലത്തേക്ക് പോകുക എന്ന് പറയുന്നതല്ലാതെ ലക്ഷ്മിയോടോ അരുന്ധതിയോടോ മോഹിനിയോടോ പവിത്രയോടോ ആരോടും പറയുന്നില്ല ഇന്ന സ്ഥലത്തേക്ക് പോകുന്നതാണെന്നൊന്നും പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് അറിയില്ല എങ്ങോട്ടേക്കാ പോകുന്നത്. അങ്ങോട്ടേക്കാ പോകുന്നതെന്ന് അറിഞ്ഞാൽ ഒരിക്കലും സമ്മതിക്കില്ല. നമ്മുടെ നന്ദയുടെ ജീവിതവും നന്ദയുടെ ഭാവിയും ഗൗതമിന്റെ ഭാവിയും ഒക്കെ വെച്ച് നോക്കുമ്പം അങ്ങനെ ഇനിയിപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ നന്ദയ്ക്കത് വിഷമമാകും. അത് എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ പിങ്കിയുടെ ബുദ്ധി എന്ന് പറയുന്നത് വല്ലാത്തൊരു ബുദ്ധിയാണ്. പിങ്കിയുടെ ബുദ്ധി എന്താ? പിങ്കിക്ക് എങ്ങനെയെങ്കിലും നന്ദേനെ കുറച്ച് അങ്ങോട്ട് താത്തി കെട്ടണം. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഗൗതം എന്താണ് ഇനിയിപ്പോ വേറെ വല്ല പെണ്ണുങ്ങളുമായിട്ട് ബന്ധമുണ്ടോ എന്ന് കണ്ടെത്തണം. അതിന് നന്ദേനെ കൂട്ടുപിടിക്കുന്നതാണ്. ഒരിക്കലും നന്ദയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുകയോ ഒന്നും ചെയ്യുന്നതല്ല. അത് നമ്മുടെ പിങ്കി നാളെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ പിങ്കി ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, ശത്രുവിന്റെ ശത്രു എന്റെ മിത്രം തന്നെയാണല്ലോ. ഇപ്പം ഗൗതമാണ് ശത്രു. ആരുടെ ശത്രു? നന്ദയുടെ ശത്രു. കാരണം തന്റെ ഭർത്താവ് തന്നെ ചതിച്ചല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ
എനിക്ക് നന്ദേനെ കൂട്ടുപിടിച്ചേ പറ്റൂ, നന്ദേനെ കൂട്ടുപിടിച്ച് ഇതിന്റെ അറ്റം എന്താണെന്ന് എനിക്ക് കണ്ടെത്തണം, ഇതിന്റെ ലാസ്റ്റ് എന്താണെന്ന് എനിക്ക് അറിയണം. ഗൗതം അങ്ങനെ ഒരു അവിഹിത ബന്ധമുണ്ടോ, അതില് ഉള്ളതാണോ ഈ അഭിരാമി എന്നും അഭിരാമിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ ആ ഒരു രക്തത്തിന്റെ അവകാശം നമ്മുടെ ഗൗതമിനുണ്ടോ എന്ന് അറിയണമെന്നൊക്കെ മനസ്സിൽ വിചാരിക്കുകയാണ്. പക്ഷെ നന്ദ അങ്ങനെയല്ല. നന്ദ പിങ്കി പറയുന്നതൊക്കെ കേട്ട് ഇറങ്ങിത്തിരിക്കുന്നത് പിങ്കി ഇപ്പം തന്റെ കൂടെ നിൽക്കുകയാണല്ലോ, അപ്പൊ തന്റെ നല്ലതിന് വേണ്ടിയാണ് പിങ്കി തന്റെ കൂടെ നിൽക്കുന്നത് എന്ന് ഉദ്ദേശിച്ചാണ് എന്നും പറഞ്ഞ് നമ്മുടെ പിങ്കിയോട് പറയുകയാണ്. ഒരുപാട് നന്ദിയുണ്ട് പിങ്കി, ഈ ഒരു സമയത്ത് നീ എന്റെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ. ഈ വീട്ടിലുള്ള എല്ലാവരും ഗൗതമിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഈ വീട്ടിലുള്ള എല്ലാവരും ഗൗതമിന്റെ ബന്ധുക്കളായതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഗൗതമിന്റെ അമ്മ ആയതുകൊണ്ടോ അമ്മായി ആയതുകൊണ്ടോ ആന്റി ആയതുകൊണ്ടൊക്കെ ആയിരിക്കാം. പക്ഷെ സത്യം എന്തെന്ന് തിരിച്ചറിയാൻ നീ എന്റെ കൂടെ കൂടിയിട്ടുണ്ടല്ലോ, നീ എന്റെ കൂടെ ഉണ്ടല്ലോ, അത് തന്നെ എനിക്ക് വലിയ ആശ്വാസം എന്ന് പറയുമ്പോഴത്തേക്കും പിങ്കി പറയുന്നുണ്ട്, എടി നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെടി എന്നും പറഞ്ഞ് മനസ്സിലിങ്ങനെ പറയുകയാണ്. ഒരിക്കലും നന്ദയെ നിന്നെ എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷെ എന്റെ ഗൗതമിന് എന്തു പറ്റിയെന്ന് എനിക്ക് ഒറ്റയ്ക്ക് ഒരിക്കലും ചെന്ന് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരു അവസാനം ഉണ്ടാവില്ല. പക്ഷേ നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഗൗതമിന് എന്തു പറ്റിയെന്ന് നിന്നെക്കൊണ്ട് തന്നെ കുത്തിത്തിരിപ്പിച്ച് നിന്നെക്കൊണ്ട് തന്നെ ആ സത്യത്തിലേക്ക് എത്തിപ്പിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് മാത്രം അടിയെന്ന് മനസ്സിലിങ്ങനെ വിചാരിച്ചുകൊണ്ടാണ് നമ്മുടെ പിങ്കി നന്ദയോട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ഇവര് നേരെ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങി തിരിക്കുമ്പം നമ്മുടെ അർജുൻ ഹോസ്പിറ്റലിൽ എത്തുകയാണ്. ഗൗതം ഹോസ്പിറ്റലിൽ എത്തുന്നതിന്റെ പുറകെ അർജുനും ഹോസ്പിറ്റലിൽ എത്തുന്നു. നമ്മുടെ ഗൗതം നേരെ റൂമിലേക്ക് കയറി ചെല്ലുന്നു. അപ്പം അവിടെയും കുറച്ച് രഹസ്യ സ്വഭാവങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ആ നേഴ്സുമാരൊക്കെ പറയാൻ തയ്യാറാകുന്നില്ല. വേറൊന്നുമല്ല, ഇങ്ങനെ ആരും ചോദിച്ചാൽ ഒന്നും പറയരുതേ എന്ന് നമ്മുടെ ഗൗതം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ അവിടുത്തെ നേഴ്സുമാരും ആദ്യം തയ്യാറാകുന്നില്ല. അങ്ങനെ പതിയെ നമ്മുടെ അർജുൻ ചെല്ലുകയും അർജുൻ ചെന്നിട്ട് അഭിരാമി ആരാണ് എന്നറിയാൻ വേണ്ടി അഭിരാമി എന്ന ഒരാൾ ഇവിടെ ഉണ്ടോ എന്ന് റിസപ്ഷനിൽ ചെന്ന് ചോദിക്കുമ്പം അഭിരാമി ഉണ്ട് സാർ എന്നിങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്ന് അവര് ഡിസ്ചാർജ് ആയിന്ന് തോന്നുന്നു ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ഗൗതമിനെ ഇപ്പൊ കാര്യം പിടികിട്ടും. ഇത് കള്ളത്തരമാണ്, വെറും പച്ച കള്ളമാണ് അവിടെ ആ ഒരു റിസപ്ഷനിൽ ഇരിക്കുന്ന ആൾക്കാർ പറയുന്നത്. അങ്ങനെ താനൊരു പട്ടാളക്കാരനാണെന്നും തനിക്ക് തരാനുള്ള മാന്യത തനിക്ക് തരണമെന്നും താന് വേറെ ഒന്നിനുമല്ല ഇവിടെ വന്നിരിക്കുന്നത്, തനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ടെന്നും എന്നൊക്കെ പറഞ്ഞ് അവിടെ ആ ഒരു റിസപ്ഷനിലെ എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ ആ നേഴ്സുമാർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലാകുകയും ഒരു പട്ടാളക്കാരന് കൊടുക്കേണ്ട ബഹുമാനം എല്ലാ തരത്തിലുള്ള ബഹുമാനം കൊടുക്കുകയും ചെയ്തിട്ട് നമ്മുടെ അർജുനെ അങ്ങോട്ടേക്ക് കയറ്റിവിടുകയാണ്. അപ്പൊ അർജുൻ അങ്ങോട്ടേക്ക് കയറി ചെല്ലുമ്പോഴും കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ അർജുൻ വിശ്വസിക്കാൻ പറ്റില്ലാത്ത ഒരു കാഴ്ച തന്നെയാണ്. അഭിരാമി ആരാണെന്ന് നന്നായിട്ട് നമ്മുടെ അർജുൻ അറിയാം. അപ്പം അർജുൻ അഭിരാമി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അർജുൻ ഓർക്കുന്നത് എന്താ, അഭിരാമിനെ സംരക്ഷിക്കാനാണ്. അപ്പൊ എന്തു പറ്റി സൂരജിന്? അപ്പൊ ആ ഒരു ചിന്തയിലേക്ക് ആണ് പോകുന്നത്. ഇതേ സമയം നമ്മുടെ പിങ്കിയും നന്ദയും രണ്ടും കൽപ്പിച്ച് ഇറങ്ങുകയാണ്. രണ്ടും കൽപ്പിച്ചിറങ്ങി നമ്മുടെ നന്ദേനെ ആ ഒരു കേസ്, അതായത് ആ ഒരു ഇൻവെസ്റ്റിഗേഷനായിട്ട് നന്ദേനെ അവിടെ ഏൽപ്പിച്ചിട്ട് നന്ദേനെ പറഞ്ഞു വിട്ടിട്ട് പിങ്കി തിരിച്ചു വരുമ്പം അവിടെ ചോദ്യം ചെയ്യുകയാണ്. അരുന്ധതിയൊക്കെ ചോദ്യം ചെയ്യുക, നീ എന്തിനാണ് നീ എവിടെ പോയതാണ്, നീ എന്തിനു പോയതാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഗൗതമിന്റെ ഇത് തിരക്കാൻ വേണ്ടി തന്നെ പോയതാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് തിരക്കാനുള്ള ആവശ്യം നിനക്കില്ല, അതുമല്ല നീ എങ്ങോട്ടാ ഈ ഇറങ്ങി തിരിക്കുന്നത്, നീ നന്ദയുടെ ജീവിതവും ഗൗതമിന്റെ ജീവിതവും തകരാറാക്കാനാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലക്ഷ്മി കുറെ പറയുമ്പം അരുന്ധതിയും ലക്ഷ്മിയോട് കൂട്ടുനിന്ന് അരുന്ധതിയും പറയുകയാണ് നീ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയുകയാണ്. നീ ഈ വീടിനകത്ത് നിന്നെ കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല. നന്ദയും ഗൗതമിനെയും നന്ദേനെ കൂട്ടിക്കൊണ്ട് വരാതെ ഈ വീടിനകത്ത് നീ കയറണ്ട. നീ ഓരോന്ന് പറഞ്ഞ് നന്ദേനെ കുത്തി തിരിച്ച് അങ്ങോട്ടേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ നീ തന്നെയാണ് അതിന് ഉത്തരവാദി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അരുന്ധതിയും നമ്മുടെ പിങ്കിനെ മുടക്കുകയാണ്. വീട്ടിൽ കയറാതെ, നീ വീട്ടിൽ കയറണമെങ്കിൽ നന്ദയില്ലാതെ പറ്റില്ല എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ അരുന്ധതി ആദ്യമായിട്ട് പിങ്കിയെ എതിർക്കുന്നു. പിങ്കിക്ക് അത് സഹിക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് വന്നിരിക്കുന്നത്. നമ്മുടെ അർജുനും നന്ദയും ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഉണ്ട്. ഇനിയിപ്പോൾ അറിയാം എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്. നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടിപൊളി വിശേഷത്തിനായിട്ട്. നാളെ രാവിലെ ഫുൾ വിശേഷവുമായിട്ട് കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.